വാട്സപ്പ് കേരള, ഞാൻ നിങ്ങളെ ഇന്നിങ്ങനെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് പഠിപ്പിക്കാം. ഈ ട്യൂട്ടോറിയൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള 7 സ്റ്റെപ്പ് ലെയർ ബൈ ലെയർ ബിഗിനേഴ്സ് മെത്തേഡാണ്. ഇത് വളരെ ലളിതവും ഭാവിയിൽ വളരെ വേഗത്തിൽ ക്യൂബ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന രീതികൾ പഠിക്കുന്നതിന് നല്ലൊരു അടിസ്ഥാനവും തരുന്ന മെത്തേഡാണ്. ഞാൻ ഏകദേശം 3 വർഷം കൊണ്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നു. എനിക്കിപ്പോൾ 13 സെക്കൻഡ് താഴെ സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഈ മെത്തേഡ് വഴി നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ക്യൂബ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു 2-3 ആഴ്ച പ്രാക്ടീസ് കൊണ്ട് 1 മിനിറ്റ് താഴെ സുഖമായിട്ട് എത്തിച്ചേരാൻ പറ്റും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ബിഗിൻ. ക്യൂബ് ശരിയാക്കുന്നതിന് മുമ്പായി ക്യൂബ് എന്തുതരം പീസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുവഴി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി പരിചയപ്പെടേണ്ടത് സെൻറ്റർ പീസുകളെയാണ്. സെൻറ്റർ പീസുകൾക്ക് ഒരു കളർ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ 6 സെൻറ്റർ പീസുകളാണ് ഈ ക്യൂബിലുള്ളത്. 1, 2, 3, 4, 5, 6. ഈ സെൻറ്റർ പീസിൻ്റെ കളറാണ് ക്യൂബിൻ്റെ ആ വശത്തെ കളറിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സെൻറ്ററിൻ്റെ കളർ ചുമപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈഡും മുഴുവൻ ചുമപ്പ് പീസുകൾക്ക് വേണ്ടിയുള്ളത് എന്നാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ സെൻറ്റർ പീസുകൾ ഫിക്സ്ഡ് ആണ്. ഇവയെ നമുക്ക് ഒരിക്കലും മറ്റ് സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഈ കോർ പീസ് കാണുമ്പോൾ മനസ്സിലാകും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കളറിനും ഓപ്പോസിറ്റ് കൃത്യമായ കളറുകളാണുള്ളത്. ഇതിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതായത് വെള്ള സെൻറ്ററിന് ഓപ്പോസിറ്റ് സൈഡിൽ എപ്പോഴും മഞ്ഞ സെൻറ്റർ ആയിരിക്കും. അതുപോലെ ചുവപ്പ് സെൻറ്ററിന് എതിർവശത്ത് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും. നീല സെൻറ്ററിന് ഓപ്പോസിറ്റ് എപ്പോഴും പച്ച സെൻറ്റർ ആയിരിക്കും. രണ്ടാമതായി നമുക്കിനി ഒരു എഡ്ജ് പീസിനെ പരിചയപ്പെടാം. എഡ്ജ് പീസിന് 2 കളറാണ് ഉണ്ടാവുക. അങ്ങനെ 4 എഡ്ജ് പീസുകളാണ് ടോപ്പ് ലെയറിൽ ഉള്ളത്. 4 മിഡിൽ ലെയറിലും 4 ബോട്ടം ലെയറിലും. അങ്ങനെ ടോട്ടൽ 12 എഡ്ജുകളാണ് ഒരു ക്യൂബിലുണ്ടാവുക. ഇനി നമുക്ക് ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ അതിൽ എഡ്ജ് പീസുകളുടെ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. ഇപ്പോൾ ഈ ക്യൂബിൽ ഈ എഡ്ജ് പീസിൻ്റെ കളർ ചുമപ്പും മഞ്ഞയുമാണ്. അപ്പോൾ ഇതിനർത്ഥം ഈ എഡ്ജ് പീസിൻ്റെ കറക്റ്റായ പൊസിഷൻ ഈ ക്യൂബിൽ ചുമപ്പും മഞ്ഞയും സെൻറ്ററിൻ്റെ മധ്യത്തിലാണെന്നാണ്. അതായത് ചുമപ്പ് സെൻറ്റർ ഇത്, മഞ്ഞ സെൻറ്റർ ഇത്, അതിനിടയിലുള്ള പൊസിഷൻ ഇത്. അപ്പോൾ അതിനർത്ഥം ഈ പീസിൻ്റെ കറക്റ്റായ പൊസിഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യൂബിൽ ഇവിടാണ്. ഇതുപോലെ. മൂന്നാമതായും അവസാനമായും പരിചയപ്പെടേണ്ടത് കോർണർ പീസുകളെയാണ്. ഇതാണൊരു കോർണർ പീസ്. ഇതിലിപ്പോൾ മഞ്ഞ, ഓറഞ്ച്, നീല അങ്ങനെ 3 പീസുകളാണുള്ളത്. ഇതാണ് ഒരു കോർണർ പീസ്. അങ്ങനെ ടോട്ടൽ 4 കോർണർ പീസുകളാണ് ടോപ്പ് ലെയറിലുള്ളത്. അതുപോലെ തന്നെ 4 കോർണർ പീസുകൾ ബോട്ടം ലെയറിലും. അങ്ങനെ ടോട്ടൽ 8 കോർണർ പീസുകളാണ് ക്യൂബിലാകെയുള്ളത്. ഇനി ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ അതിൽ കോർണർ പീസുകളുടെ ശരിയായ പൊസിഷൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. ഇപ്പോൾ ഈ ക്യൂബിൽ ഈ കോർണർ പീസിൻ്റെ കളർ മഞ്ഞ, ചുമപ്പ്, പച്ചയാണ്. അതിനർത്ഥം ഈ കോർണർ പീസിൻ്റെ ശരിയായ പൊസിഷൻ ചുമപ്പ്, പച്ച, മഞ്ഞ സെൻറ്ററുകളുടെ മധ്യത്തിലായിരിക്കും. അതായത് മഞ്ഞ, ചുമപ്പ്, പച്ച. അപ്പം ഇതിൻ്റെ 3ൻ്റെയും കൂടെ മധ്യം വരുന്നത് ഈ പോർഷനിലാണ്. അപ്പം അതിനർത്ഥം ഈ പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇവിടെയാണ്. ഇതുപോലെ. ഇപ്പോൾ ഇത് സോൾവ്ഡ് ആണ്. നമ്മളിപ്പോൾ ഈ റുബിക്സ് ക്യൂബിലെ പലതരം പീസുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആകെ 12 എഡ്ജുകളും 8 കോർണറുകളും ചേർന്ന് 20 പീസുകൾ മാത്രമാണ് ഒരു റുബിക്സ് ക്യൂബിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ. ഈ 20 പീസുകളും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഇനി നമുക്ക് ഓരോ വശങ്ങളെയും കറക്കുന്നതിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളെ പറ്റി പറയാം. ആദ്യമായി കേൾക്കുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും, പേടിക്കണ്ട. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അക്ഷരങ്ങളെ നൊട്ടേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻസ് അല്ലെങ്കിൽ ആൽഗരിതംസ് എഴുതാൻ സാധിക്കും. ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നത് ആയാസരഹിതമാക്കാൻ ഈ ഇക്വേഷൻ സഹായിക്കും. ഞാൻ ഈ ട്യൂട്ടോറിയൽ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ ആൽഗരിതംസും അല്ലെങ്കിൽ നൊട്ടേഷൻസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നൊട്ടേഷൻസ് എന്താണെന്ന് പറയാം. ഓരോ സൈഡിനും അതിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്. അവയാണ് R.
റൈറ്റ് സൈഡിന് വേണ്ടി, L ലെഫ്റ്റ് സൈഡിന് വേണ്ടി, F ഫ്രണ്ട് സൈഡിന് വേണ്ടി, B ബാക്ക് സൈഡിന് വേണ്ടി, U അപ്പർ സൈഡിന് വേണ്ടി, D ഡൗൺ സൈഡിന് വേണ്ടി. ഇനി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു ലെറ്റർ മാത്രമായി പറയുകയാണെങ്കിൽ അതിനർത്ഥം ആ സൈഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കാനാണ്. ഇപ്പോൾ ഞാൻ 6 എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനർത്ഥം ഈ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് കറക്കുക എന്നാണ്. ഇതാ ഇങ്ങനെ. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ചിലർക്ക് സംശയം തോന്നും. അത് സിമ്പിളാണ്. ചെയ്യേണ്ടത്, ഒരു ക്ലോക്ക് എടുത്ത് ഈ സൈഡിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ സൂചി എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. ആ ഡയറക്ഷനിൽ കറക്കിയാൽ മതി. ഇപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. L എന്ന് പറഞ്ഞാലോ ഇങ്ങനെയാണോ? അല്ല. ഇവിടെ നമ്മളൊരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിൻ്റെ സൂചി എങ്ങനെ ആയിരിക്കും പോകുന്നത്? ഇങ്ങനെ. അതിനർത്ഥം L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കറക്കുന്നത്. അടുത്തതായി ലെറ്ററിൻ്റെ കൂടെ പ്രൈം അല്ലെങ്കിൽ ഡാഷ് എന്നൊരു സിമ്പൽ കണ്ടാൽ അതിനർത്ഥം ആ സൈഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക എന്നാണ്. അതായത് ക്ലോക്കിൻ്റെ സൂചി പോകുന്നതിൻ്റെ എതിർ ഡയറക്ഷനിൽ. ഇപ്പോൾ ഞാൻ R' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ സൂചി നോർമലായിട്ട് കറങ്ങുന്നത് ഇങ്ങനെ, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇത്. അപ്പോൾ ഞാൻ R' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കേണ്ടത് ഇങ്ങനെയാണ്. F' എന്ന് പറഞ്ഞാലോ ഇത് F ആണ് ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ. F' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇങ്ങനെ. ഇനി ചിലപ്പോൾ ലെറ്ററിൻ്റെ കൂടെ 2 എന്ന നമ്പർ കണ്ടാൽ അതിനർത്ഥം ആ സൈഡ് 2 വട്ടം കറക്കുക എന്നാണ്. അപ്പോൾ ഞാൻ U2 അല്ലെങ്കിൽ R2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ U2 ആണെങ്കിൽ നമ്മൾ കറക്കേണ്ടത് 1, 2, ഇതാണ് ഒരു U2. ഇനി R2 എന്നാണെന്നുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കറക്കുന്നത്? ഇതാണ് ഒരു R2. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓരോ സ്റ്റെപ്പും കാണുക. മുഴുവൻ കൈപ്പിടിയിലാക്കിയിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവൂ. ഇപ്പോൾ ഇനിയും അധികം സമയം കളയാതെ നമുക്ക് ഈ മാന്ത്രികക്കട്ട ശരിയാക്കി തുടങ്ങാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആകെ 7 സ്റ്റെപ്പുകളാണ് ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളതെന്ന്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്രോസ് അല്ലെങ്കിൽ പ്ലസ് സൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് റുബിക്സ് ക്യൂബിലെ 20 പീസുകൾ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 4 എണ്ണമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ ക്യൂബിലെ വെള്ള സ്റ്റിക്കറുള്ള 4 എഡ്ജ് പീസുകളാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ ക്യൂബ് ഏകദേശം ഇതുപോലാണ് നമുക്ക് വേണ്ടത്. വെള്ളയുടെ 4 എഡ്ജ് പീസുകൾ അതിൻ്റെ കറക്റ്റായ പൊസിഷൻസിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് കറക്റ്റായ പൊസിഷൻ. ഇത് തെറ്റാണ്. ഇത് പ്ലസ് അല്ല കറക്റ്റായിട്ടുള്ള. കാരണം വെള്ള സെൻറ്ററുമായിട്ട് മാത്രം ജോയിൻ ചെയ്താൽ പോരാ. എഡ്ജിൻ്റെ കൂടുള്ള കളറ് അതിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ആയിരിക്കണം. ഇതാണ് കറക്റ്റായ പ്ലസ് ഫോർമേഷൻ. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് വെള്ള കളറുള്ള എല്ലാ എഡ്ജ് പീസുകളും ഈ മഞ്ഞ സെൻറ്ററിൻ്റെ എഡ്ജ് പൊസിഷനിൽ കൊണ്ടുവരിക. അതായത് ഇവിടെയും 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 ഇവിടെയുമായി വെള്ള എഡ്ജുകളെ കൊണ്ടുവരിക. ആൾറെഡി ഒരെണ്ണം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്കി 3 പൊസിഷനിലേക്ക് വെള്ള എഡ്ജുകളെ കൊണ്ടുവരണമെന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടത് ക്യൂബിൽ നോക്കുക വേറെ എവിടെയാണ് വെള്ളകളുള്ളതെന്ന്. ഇതാ ഇവിടെ ഒരു വെള്ളയുണ്ട്, ഇവിടെ ഒരു വെള്ളയുണ്ട്, ഇവിടെ ഒരു വെള്ളയുണ്ട്. 3 വെള്ള. ആൾറെഡി ഒരെണ്ണം സോൾവ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ 4 പൊസിഷനിൽ എവിടെയെങ്കിലും നമ്മൾ ഓരോ വെള്ളയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതിനെ എങ്ങനെ കൊണ്ടുവരാം? നമുക്കിങ്ങനെ കറക്കാൻ പറ്റില്ല. കാരണം ആൾറെഡി കറക്റ്റായി വന്നിരിക്കുന്ന ഒരു പീസിനെ അത് തെറിപ്പിച്ച് കളയും. അപ്പോൾ ചെയ്യേണ്ടത് അതിനെ മാറ്റി വെക്കുക എവിടെയെങ്കിലും, എന്നിട്ട് ഇതിനെ മേളിൽ കൊണ്ടുവരിക. അപ്പോൾ ആൾറെഡി 2 എണ്ണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കി തുടങ്ങാം. ദാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിനെ എങ്ങനെ ടോപ്പ് ലെയറിൽ കൊണ്ടുവരാൻ നോക്കാം. ഇത് ഭയങ്കര പാടായിട്ട് തോന്നും, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ ഫേസ് ചെയ്ത് എന്തെങ്കിലും വരുന്നത് ടോപ്പ് ലെയർ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ വെള്ളയെ ഒരു മിഡിൽ ലെയർ പീസാക്കി മാറ്റുക. ഇത് മിഡിൽ ലെയർ ആക്കാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതി. ഇതിപ്പോൾ മിഡിൽ ലെയറിലായി. ഇനി
നമ്മളിതിനെ ടോപ്പ് ലെയറിൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെ കറക്കിയാൽ മതി. അത് പറ്റില്ല, ആൾറെഡി നമ്മളൊരെണ്ണം സോൾവ് ചെയ്തത് അവിടെ ഇരിപ്പുണ്ട്, അതിനെ കളയാൻ പാടില്ല. അപ്പോൾ ചെയ്യേണ്ടത് എം ടി ആയിട്ടുള്ള ഇനി 2 പൊസിഷൻ ഉണ്ട്, അതിലേതെങ്കിലും ഒന്നിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ഒരു എം ടി ആയിട്ടുള്ള പൊസിഷൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു, ഈ വെള്ളയെ മുകളിലോട്ട് വെച്ചു. ഇനി ഒരെണ്ണം കൂടെയുള്ളു നമുക്ക് ആവശ്യമായിട്ടുള്ള, അതെവിടാണെന്ന് നോക്കാം. അതിവിടെ ഉണ്ട്. ആദ്യം നമ്മളിതിനെ തേർഡ് ലെയറിൽ കൊണ്ടുവരുന്നതിന് മുമ്പായി മിഡിൽ ലെയറിലാക്കണം. പക്ഷെ നമ്മൾ മിഡിൽ ലെയറിലാക്കാൻ പോയാൽ എന്ത് പറ്റും? ഇത് തെറിച്ചു പോകും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ കറക്കി, അങ്ങനെ തെറിച്ചു പോകാൻ സാധ്യതയില്ലാത്ത പൊസിഷൻ ഇത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെക്കുക. ഇനി നമ്മളിതിനെ മിഡിൽ ലെയറാക്കണം. മിഡിൽ ലെയറാക്കി കഴിയുമ്പോൾ ഇതിനെ സുഖമായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ പറ്റും? എന്ന് ചെയ്താൽ മതിയോ? പറ്റില്ല. അത് നമ്മൾ ആൾറെഡി സോൾവ് ചെയ്തൊരു പീസിനെ തെറിപ്പിച്ച് കളയും. അപ്പോൾ ചെയ്യേണ്ടത് എം ഡി ആയിട്ടുള്ളൊരു സ്പോട്ട് എടുത്ത് വെക്കുക, അങ്ങോട്ട് ഇതിനെ വെച്ച് കൊടുക്കുക. ഇതോടെ പ്ലസ് ഉണ്ടാക്കുന്നതിലുള്ള പകുതി വഴിക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി നോക്കാം. മഞ്ഞ സെൻറ്ററിൻ്റെ ചുറ്റും ഈ വെള്ള എഡ്ജ് പീസുകളെ എത്തിക്കുമ്പോൾ വരുന്ന അടുത്ത കേസാണ് ഈ ഏറ്റവും ബോട്ടം ലെയറിൽ വരുന്ന വെള്ളകൾ. ഇതിനെ എങ്ങനെ ടോപ്പ് ലെയറിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഇതിനെ മുകളിൽ മഞ്ഞയുടെ തൊട്ടടുത്ത് കൊണ്ടുവരണമെങ്കിൽ ചെയ്യേണ്ടത് ഒരു 180 ഡിഗ്രിയിൽ ഇതിനെ കറക്കണം എന്നുള്ളത്. അതായത് ഇതുപോലെ. ഇപ്പോൾ 4 വെള്ള സ്റ്റിക്കറുള്ള എഡ്ജ് പീസുകളും മഞ്ഞയുടെ ചുറ്റും എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിവയെ എങ്ങനെ വെള്ളയുമായി കണക്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ മഞ്ഞയുടെ ചുറ്റും കൊണ്ടുവരുന്ന ഓരോ വെള്ള പീസുകളെയായി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പീസിനെ സെലക്ട് ചെയ്തു. ഇതിലെ കളർ ഏതാ? വെള്ള, നീല. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ വെള്ളയുടെ കൂടെയുള്ള സ്റ്റിക്കർ ഏതാണോ അതിൻ്റെ സെൻറ്ററുമായിട്ട് അതിനെ കണക്ട് ചെയ്യും. ഇതിപ്പോൾ നീല ആയതുകൊണ്ട് ആദ്യം ഇതിനെ നീല സ്റ്റിക്കറുമായി കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ അത് കണക്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ആക്ച്വലി മഞ്ഞയുടെ അടുത്തല്ലല്ലോ വരേണ്ടത്, പ്ലസ് ഉണ്ടാക്കുമ്പോൾ വരേണ്ടത് ഈ വെള്ളയുടെ ചുറ്റുമാണ്. അതായത് ഈ പൊസിഷനിലാണ് ഈ വെള്ള വരേണ്ടത്. ഇതിനെ താഴെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. ഇത് 180 ഡിഗ്രിയിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ എത്തും. ഇതുപോലെ. ഇനി നമ്മൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒരെണ്ണം കറക്റ്റായി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അടുത്ത വെള്ള സ്റ്റിക്കറുള്ള എഡ്ജിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ വെള്ളയുടെ കൂടെയുള്ള കളർ ഏതാ? ഓറഞ്ച്. നമ്മൾ ചെയ്യേണ്ടത് ആ ഓറഞ്ചിൻ്റെ സെൻറ്ററുമായി ഓറഞ്ചിനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സിമ്പിളാണ്, ഈ വെള്ളയുമായിട്ട് കണക്ട് ചെയ്യണം. അത് ചെയ്യാൻ എന്ത് വേണം? 180 ഡിഗ്രി ഇതിനെ കറക്കിയാൽ മാത്രം മതി. ഇതുപോലെ. ഇനി നമ്മൾ അടുത്ത വെള്ളയെ സെലക്ട് ചെയ്യുക. ഇനി 2 എണ്ണം കൂടിയുള്ള നമുക്ക് സോൾവ് ചെയ്യാൻ. ഈ വെള്ളം നമ്മൾ സെലക്ട് ചെയ്തു. കൂട്ടുള്ള കളർ പച്ചയെ നമ്മൾ പച്ചയുടെ സെൻറ്ററുമായി കണക്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 180 ഡിഗ്രി തിരിച്ച് ഈ വെള്ളയുടെ ചുറ്റും കൊണ്ടുവരണം. ഇതുപോലെ. ഇനി ഒരു പീസും കൂടെയുള്ള സോൾവ് ചെയ്യാൻ. അത് ഈ ചുമപ്പുള്ള വെള്ള എഡ്ജാണ്. അത് ആൾറെഡി ചുമപ്പുമായിട്ട് കണക്റ്റാണ്. ആകെ ചെയ്യേണ്ടത് ഈ വെള്ളയെ 180 ഡിഗ്രി തിരിച്ച് വെള്ളയുമായി കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. വെള്ള പ്ലസ് നമുക്ക് കിട്ടി. നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് വൈറ്റ് സ്റ്റിക്കറുള്ള 4 കോർണർ പീസുകളാണ്. ഈ പൊസിഷൻസ്. ഈ പൊസിഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ക്യൂബ് ഏകദേശം ഇതുപോലിരിക്കും. 4 പൊസിഷനും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഫുള്ള് ഇതിൻ്റെ കൂടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇനി വരുന്ന എല്ലാ സ്റ്റെപ്പുകളിലും നമ്മൾ ഈ ഉണ്ടാക്കിയ വെള്ള പ്ലസ്സിനെ നമ്മുടെ ബോട്ടം ലെയറായി പിടിച്ചുകൊണ്ടായിരിക്കും സോൾവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും ഫസ്റ്റ് ലെയറിലെ കോർണേഴ്സും സെക്കൻഡ് ലെയറിലെ എഡ്ജുകളും തേർഡ് ലെയറും നമ്മളിനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് ലെയറിലെ കോർണേഴ്സ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറയാം. ആദ്യമായി നിങ്ങൾ നോക്കേണ്ടത് ഈ തേർഡ് ലെയറിൽ ഞാനിപ്പോൾ കൈ കൊണ്ടുപോകുന്ന ഈ പൊസിഷൻ കണ്ടോ? ഈ പൊസിഷൻസിൽ എവിടെയെങ്കിലും
വെള്ള സ്റ്റിക്കറുള്ള കോർണർ ഉണ്ടോ എന്ന് നോക്കുക. ദാ ഒരു കോർണർ പീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വെള്ള സ്റ്റിക്കറും ഇതിലുണ്ട്. ഇനി നോക്കേണ്ടത് ഞാനിപ്പോൾ ഈ കൈ ഓടിച്ച ലെയറിൽ തന്നെ ആ വെള്ളയുടെ കൂടുള്ള സ്റ്റിക്കറിൻ്റെ കളർ ഏതാണെന്ന് നോക്കുക. ഈ കേസിൽ ഇത് നീലയാണ്. ചെയ്യേണ്ടത് ഇനി ഈ നീലയുടെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. നീലയുടെ സെൻറ്ററുമായി നമുക്ക് കണക്ട് ചെയ്യാം. ദാ ഇങ്ങനെ. ഇപ്പോൾ ഈ വൈറ്റ് സ്റ്റിക്കറുള്ള കോർണർ അതിൻ്റെ തൊട്ടടുത്തുള്ള നീലയുടെ സെൻറ്ററുമായി കണക്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കോർണർ വരണ്ട പൊസിഷൻ്റെ തൊട്ട് മുകളിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഈ കോർണറിൻ്റെ കറക്റ്റ് പൊസിഷൻ എവിടെ? അതാണ് ഇവിടാണ്. ഈ വെള്ള ഇവിടെയും, ഈ നീല ഇവിടെയും, ഈ ചുമപ്പ് ഇവിടെയും. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ആകെ നോക്കേണ്ടത് ഈ നീല സ്റ്റിക്കറിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ്. ഈ നീല സ്റ്റിക്കറിൻ്റെ കറക്റ്റ് പൊസിഷൻ എവിടെ? ഇപ്പോൾ ഈ മഞ്ഞ സ്റ്റിക്കർ ഇരിക്കുന്നിടത്ത്. ആകെ ചെയ്യേണ്ടത് ഈ നീല സ്റ്റിക്കറിനെ മഞ്ഞ സ്റ്റിക്കറിൻ്റെ ഇരിക്കുന്നിടത്ത് എത്തിക്കുക. അതേസമയം തന്നെ ഈ വെള്ള ഇവിടെയും ഈ ചുമപ്പ് ഇവിടെയും വന്നുകൊള്ളും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഈ നീല സ്റ്റിക്കറിനെയും അത് വരേണ്ട പൊസിഷനായ ഈ യെല്ലോ സ്റ്റിക്കറിനെയും ഒരേ സമയം തേർഡ് ലെയറിൻ്റെ ഈ ടോപ്പ് പൊസിഷനിൽ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇതാ ഇങ്ങനെ കറക്കിയാൽ മതി. നീല സ്റ്റിക്കർ, മഞ്ഞ സ്റ്റിക്കർ ഒരേ സമയം രണ്ട് സ്റ്റിക്കറും തേർഡ് ലെയറിലായി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ നീല സ്റ്റിക്കർ കൊണ്ട് ഈ മഞ്ഞ സ്റ്റിക്കറിനെ മാറ്റുക. അതിനെന്ത് ചെയ്യണം? ഇതാ ഇങ്ങനെ കറക്കിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനായി കഴിഞ്ഞ നീല സ്റ്റിക്കർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇളകി വന്ന പ്ലസ്സിനെ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ കോർണർ ശരിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കോർണർ സോൾവ് ചെയ്യാം. അതിന് നിങ്ങൾ വീണ്ടും ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെയറിൽ കൂടെ കൈ ഓടിച്ച് നോക്കുക. ഏതെങ്കിലും വൈറ്റ് സ്റ്റിക്കർ കണ്ടെത്താം. ദാ ഇവിടെ ഇപ്പോൾ ഒരു വൈറ്റ് സ്റ്റിക്കർ നമ്മൾ കണ്ടെത്തി. ചെയ്യേണ്ടത് എന്തുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, വെള്ള സ്റ്റിക്കർ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ നേരെ പിടിക്കാൻ പാടില്ല. പകരം ആ ലെയറിൽ തന്നെ അതിൻ്റെ കൂടുള്ള കളർ ഏതാണോ, ഈ കേസിൽ അത് പച്ചയാണ്, അതിനെ പച്ചയുടെ സെൻറ്ററുമായി നമ്മളിനി കണക്ട് ചെയ്യണം. ഭാഗ്യവശാൽ ആ പച്ച സ്റ്റിക്കറിൻ്റെ സെൻറ്ററുമായി ഈ പച്ച മാച്ചിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മളാകെ ചെയ്യാനുള്ളത് ഇത് സോൾവ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഈ കേസിനൊരു ഡിഫറൻസ് ഉണ്ട്. നേരത്തെ വന്ന കേസിൽ വെള്ള നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കേസിൽ വെള്ള നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളയുടെ കൂടുള്ള കളറ് പച്ച സ്റ്റിക്കറിന് എവിടെ വരേണ്ട പൊസിഷൻ നോക്കിയാൽ മാത്രം മതി. നമുക്ക് ആദ്യമേ അറിയാം ഈ കോർണറിൻ്റെ പൊസിഷൻ ദാ ഇവിടെയാണെന്ന്. കാരണം ഇതിലെ പച്ച സ്റ്റിക്കർ ഇവിടെ വരണം, ആ സമയത്ത് തന്നെ വെള്ള സ്റ്റിക്കർ ഇവിടെ വരും, ചുവപ്പ് സ്റ്റിക്കർ ഇവിടെയും വരും. അപ്പോൾ അതായത് ഈ പച്ച സ്റ്റിക്കറിനെ ഇപ്പോൾ ഈ നീല സ്റ്റിക്കർ ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുവരണം. അതായത് നമ്മൾ ഇവിടെ വെച്ചപ്പോൾ എന്താണ് ചെയ്തത്? ഒരേ സമയം രണ്ട് സ്റ്റിക്കറിനെയും തേർഡ് ലെയറിൽ കൊണ്ടുവന്നു. അത് തന്നെ ഇവിടെയും ചെയ്യണം. ഈ പച്ച സ്റ്റിക്കറിനെയും നീല സ്റ്റിക്കറിനെയും ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരണം. ദാ ഇങ്ങനെ പച്ച സ്റ്റിക്കറും നീല സ്റ്റിക്കറും തേർഡ് ലെയറിലായി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യണം. ഈ പച്ച സ്റ്റിക്കറിനെ നീല സ്റ്റിക്കറിൻ്റെ പൊസിഷനിൽ കൊണ്ടുവരണം. അതിനെന്തോ ചെയ്യണം? ദാ ഇങ്ങനെ കറക്കിയാൽ മതിയാകും. ഇപ്പോൾ ഈ പച്ച സ്റ്റിക്കർ കറക്റ്റ് പൊസിഷനായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് കറക്റ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ദാ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോർണർ പീസും റെഡിയായി കഴിഞ്ഞു. നമുക്ക് അടുത്ത വെള്ള സ്റ്റിക്കറുള്ള കോർണർ എവിടെയാണെന്ന് നോക്കാം. വീണ്ടും പറഞ്ഞ പോലെ തന്നെ ആദ്യമായി നോക്കേണ്ടത് ഈ ലെയറിൽ എവിടെയെങ്കിലും വെള്ള സ്റ്റിക്കർ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം ആ വെള്ള സ്റ്റിക്കർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ദാ ഇവിടെ ഉണ്ടൊരു വെള്ള സ്റ്റിക്കർ. പക്ഷേ ഇതിലെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ള സ്റ്റിക്കർ മേളോട്ടാണ് ഫേസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട രണ്ട് കേസിലും ഒന്നെങ്കിൽ അത് റൈറ്റിലേക്ക് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് പോകുന്ന രീതിയിലോ ആയിരുന്നു. അപ്പം ഈ കേസ് കുറച്ചുകൂടെ പാടാണ്. പക്ഷേ ആദ്യമായി ചെയ്യേണ്ടത് ഈ കോർണർ പീസ് എവിടെയാണോ വരേണ്ടത് ആ പൊസിഷൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. ഇതിലെ കളർ ഏതാണ്? വെള്ള, ഓറഞ്ച്, നീല. ചെയ്യേണ്ടത് വെള്ള, നീല, ഓറഞ്ച് പൊസിഷൻ്റെ ഇവിടെയാണ് ഈ പീസ് വരേണ്ടത്. ഈ പൊസിഷൻ്റെ തൊട്ട് മുകളിൽ, അതായത് ഇവിടെ ഈ പീസ് വെക്കുക. അതായത് ഇതുപോലെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ ഈ വെള്ള സ്റ്റിക്കറിനെ ഈ ലെയറിലോട്ടാക്കി മാറ്റുക. ഇപ്പോൾ ഇത് മേലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അതിനെ ഈ ലെയറിൽ വരുന്ന രീതിയിലാക്കി മാറ്റണം ആദ്യം. അതിന് ചെയ്യേണ്ടത് സിമ്പിളാണ്. ഇങ്ങനെ പിടിക്കുക, ഈ ഒരു മൂവ് ചെയ്താൽ മതി. ഇതാ ആ വെള്ള സ്റ്റിക്കർ ഇപ്പോൾ ഈ ലെയറിലായി. നമുക്ക് വരേണ്ട ലെയർ ഇതാണ്. ഇതാ ആ ലെയറിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു.
അതിന് ചെയ്ത മൂവ് എന്താണ്? മേളോട്ടിരുന്ന സ്റ്റിക്കറിനെ ഈ ഒരു മൂവ് ചെയ്തതേ ഉള്ളൂ, അത് ഈ ലെയറിലായി. പക്ഷെ നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രം പറ്റില്ല, കാരണം നമ്മുടെ പ്ലസ് ഇറങ്ങി വന്നു. അതിന് നമുക്ക് തിരിച്ചിടണം, അപ്പം അത് തിരിച്ചു വരും. അപ്പോൾ അതിന് മുമ്പ് പ്ലസ് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റിക്കറിനെ വേറെ ഏതെങ്കിലും പൊസിഷനിലോട്ട് മാറ്റി വെക്കണം. ഒന്നുകിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ നമുക്ക് മാറ്റി വെക്കാം. ഈ കേസിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പ്ലസ് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇരുന്ന വെള്ള സ്റ്റിക്കറിനെ ആദ്യം നമ്മൾ ഈ ലെയറിലാക്കി പ്ലസ് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് അതിനെ വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് മാറ്റി വെച്ചു, പ്ലസ് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കേസിൽ ഏതെങ്കിലും ആയിരിക്കും കിട്ടുക. ദാ ആ വൈറ്റ് സ്റ്റിക്കർ ഈ ലെയറിലായി. ഈ കേസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ചെയ്യേണ്ടത് വെള്ളയുടെ കൂടെയുള്ള കളർ ഏതാണെന്ന് നോക്കുക. ഈ കേസിൽ ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. ആകെ ആലോചിക്കേണ്ടത് ഈ ഓറഞ്ച് സ്റ്റിക്കറിനെ ഈ നീല സ്റ്റിക്കർ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരണം. സെയിം ടൈമിൽ വെള്ളയും നീലയും ഇവിടെ വന്ന് ഈ പോർഷൻ സോൾവ് ആയിക്കോളും. ഇതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഒരേ സമയം ഓറഞ്ചിനെയും നീലയും തേർഡ് ലെയറിൽ കൊണ്ടുവരിക. ഈ ഓറഞ്ച് കൊണ്ട് ഈ നീലയെ എക്സ്ചേഞ്ച് ചെയ്യുക, പ്ലസ് കറക്റ്റ് ചെയ്യുക. ഇതോടെ നമ്മുടെ മൂന്നാമത്തെ കോർണർ പീസും ശരിയായിരിക്കുകയാണ്. വീണ്ടും നമ്മൾ തേർഡ് ലെയറിൽ വെള്ള സ്റ്റിക്കറുള്ള കോർണർ ഉണ്ടോ എന്ന് വീണ്ടും നോക്കുക. പക്ഷേ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഒരെണ്ണം കൂടി സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ചിലപ്പോൾ അത് താഴത്തെ ലെയറുകളിൽ സ്ട്രക്കായി കിടക്കും. ഈ കേസിൽ ആ വെള്ള സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. ഇത് സോൾവ് അല്ല, പക്ഷേ ഇത് കറക്റ്റ് പൊസിഷനിലാണ്. ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് ആദ്യം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തേർഡ് ലെയറിൽ കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ താഴത്തെ ലെയറിൽ സ്ട്രക്കായിട്ടൊരു പീസ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ ആ വെള്ളയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ലെയറിൽ തന്നെ അതിൻ്റെ കൂടുതലുള്ള സ്റ്റിക്കർ ഏതാണെന്ന് നോക്കുക. അതിനെ നമ്മുടെ നേരെ വരുന്ന രീതിയിൽ പിടിക്കുക. ഇനി ചെയ്യാനുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിൽ തേർഡ് ലെയറിൽ വരുന്നത് ഏത് സ്റ്റിക്കറാണെന്ന് നോക്കുക. ഈ കേസിൽ അത് ഓറഞ്ചാണ്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ കേസിൽ പഠിച്ചിരുന്നു ഇവിടെയുള്ളൊരു സ്റ്റിക്കറിനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്ന്. ഈ ഓറഞ്ച് സ്റ്റിക്കറിനെ എങ്ങനെ ഈ പച്ച സ്റ്റിക്കർ ഇരിക്കുന്ന പൊസിഷനിൽ കൊണ്ടുവരാമെന്ന്. ആ സെയിം രീതി ചെയ്താൽ ഈ സ്റ്റിക്കർ തെറിച്ച് തേർഡ് ലെയറിൽ വരികയും ഈ സ്റ്റിക്കർ ഇവിടെ വരികയും ചെയ്യും. നമുക്ക് വേണ്ട എന്താണ്? ഈ സ്റ്റിക്കറും അതിൻ്റെ കൂടെ തന്നെ ഈ പീസും തേർഡ് ലെയറിൽ വരണം. അപ്പം ചെയ്യേണ്ടത്, ഈ ഓറഞ്ച് സ്റ്റിക്കറിനെ ഈ പച്ച സ്റ്റിക്കറിൻ്റെ അടുത്ത് കൊണ്ടുവരണം. ചെയ്യേണ്ടത്, ആദ്യം ഈ രണ്ടിനെയും ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരണം. അപ്പോൾ ഓറഞ്ചും പച്ചയും തേർഡ് ലെയറിലായി കഴിഞ്ഞു. ഇനി ഈ ഓറഞ്ച് കൊണ്ട് ഈ നീലയെ എക്സ്ചേഞ്ച് ചെയ്യണം. മാറ്റി പ്ലസ് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇരുന്ന ഓറഞ്ച് ഇപ്പോൾ ഇവിടെ നേരത്തെ ഇരുന്ന ആ പച്ച സ്റ്റിക്കർ ഇളകിത്തെറിച്ച് തേർഡ് ലെയറിൽ ഇവിടെ വന്നിരിക്കുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച രണ്ട് കേസുകളിൽ ഏതെങ്കിലും ഒന്നുമായിരിക്കും വരുന്നത്. ഈ കേസിൽ ഈ ലെയറിൽ വരുന്ന വെള്ള കേസാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ നോക്കേണ്ടത് വെള്ള സ്റ്റിക്കർ, അതിൻ്റെ കൂടെയുള്ള സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഈ കേസിൽ ഓറഞ്ചിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. നേരത്തെ ചെയ്ത സാധനം തന്നെ ഓറഞ്ച് സ്റ്റിക്കറിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനായ ഈ ഓറഞ്ച് സ്റ്റിക്കർ ഇരിക്കുന്ന പൊസിഷനിൽ കൊണ്ടുവരണം. അതിന് ഈ രണ്ട് ഓറഞ്ച് സ്റ്റിക്കറുകളും ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരണം. ഇതുപോലെ. എന്നിട്ട് ഓറഞ്ച് സ്റ്റിക്കർ കൊണ്ട് ഈ ഓറഞ്ച് സ്റ്റിക്കറിനെ എക്സ്ചേഞ്ച് ചെയ്യണം. എന്നിട്ട് പ്ലസ് കറക്റ്റ് ചെയ്യണം. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ലെയറിലെ എഡ്ജ് പീസുകളെയാണ്. ഈ പീസിനെയും ഇതിനെയും നമുക്ക് സോൾവ് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ 20 പീസ്. അതിൽ ഓൾറെഡി നമ്മളിപ്പോൾ 8 പീസുകൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ലെയറിലെ 4 എഡ്ജ് പീസുകൾ, ഫസ്റ്റ് ലെയറിലെ 4 കോർണർ പീസുകൾ എന്നിവ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ മിഡിൽ ലെയറിലെ 4 എഡ്ജ് പീസുകളാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് ടോപ്പ് ലെയറിൽ മഞ്ഞ ഇല്ലാത്ത എഡ്ജ് പീസുകളെയാണ്. ഈ പീസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കാരണം ഇതൊരു എഡ്ജ് പീസുമാണ്. പക്ഷേ ഇതിൽ മഞ്ഞയുമില്ല. ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതിലും മഞ്ഞയില്ല. ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ മഞ്ഞ സ്റ്റിക്കറുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത്, ആദ്യമായി ഒരു മഞ്ഞ സ്റ്റിക്കർ ഇല്ലാത്ത എഡ്ജ് പീസിനെ ടോപ്പ് ലെയറിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഈ ലെയറിലെ സ്റ്റിക്കർ ഏതാണെന്ന് നോക്കുക. ഈ കേസിൽ ഇത് നീലയാണ്. ചെയ്യേണ്ടത്, നീലയുടെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. ഇതുപോലെ. എന്നിട്ട് ആലോചിക്കണം ഈ പീസിൻ്റെ കറക്റ്റ് പൊസിഷൻ എവിടെയാണ്. അത് സിമ്പിളാണ് കണ്ടുപിടിക്കാൻ. ഇതിലെ സ്റ്റിക്കറിൻ്റെ കളർ നോക്കിയാലും മതി. സ്റ്റിക്കറിൻ്റെ കളർ നീലയും
ചുവപ്പുമാണ്. അതിനർത്ഥം ചുവപ്പിനും നീല സെൻറ്ററിനും മധ്യത്തിലാണ് ഈ പീസിൻ്റെ പൊസിഷൻ. അതായത് ഈ പീസ് ഇപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ട് വരണം. ഇത് ചെയ്യാൻ ചെറിയൊരു ആൽഗരിതമുണ്ട്. ആ ആൽഗരിതം ഇങ്ങനെയാണ്: യു ആർ ഡാഷ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ ഒരു സോൾവ് ചെയ്ത കോർണറിനെ കാണാനില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ കോർണറിനെ അടുത്ത് സോൾവ് ചെയ്യണമെന്ന്. അതെവിടെ പോയി നോക്കുക. അതുകൊണ്ട് അത് തേർഡ് ലെയറിൽ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ഈ കേസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞ സ്റ്റെപ്പിൽ നിന്നറിയാം. ചെയ്യേണ്ടത് വെള്ളയുടെ കൂടെയുള്ള കളർ ചുവപ്പിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് ചുവപ്പിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്തു. ഇനി ആകെ ചെയ്യാനുള്ളത് ഈ ചുവപ്പിനെ അത് വരേണ്ട പൊസിഷനായ ഇപ്പോൾ ഇവിടെ മഞ്ഞയിരിക്കുന്ന പൊസിഷനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് ആദ്യം ചുവപ്പും പച്ചയും ഒരേ സമയം തേർഡ് ലെയറിൽ വരണം. ആ ചുവപ്പ് കൊണ്ട് മഞ്ഞയെ എക്സ്ചേഞ്ച് ചെയ്യണം, പ്ലസ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സെക്കൻഡ് ലെയറും സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും തേർഡ് ലെയറിൽ നിന്ന് മഞ്ഞയില്ലാത്ത എഡ്ജ് പീസുകളെ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും, കാരണം ഇതൊരു എഡ്ജ് പീസുമാണ്. ഇതിൽ മഞ്ഞ സ്റ്റിക്കറില്ലേ. ചെയ്യേണ്ടത് ഈ ലെയറിലെ അതിൻ്റെ കളർ നോക്കുക, ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. എന്നിട്ട് ആലോചിക്കുക ഈ എഡ്ജ് പീസിൻ്റെ ഈ ക്യൂബിലെ കറക്റ്റ് പൊസിഷൻ എവിടെയാണ്. ഈ കേസിൽ ഓറഞ്ചിനും പച്ചയ്ക്കും സെൻറ്ററുകളുടെ മധ്യത്തിൽ, അതാണ് ഇവിടോട്ടാണ് ഈ സ്റ്റിക്കർ ഈ പീസ് വരേണ്ടത്. നേരത്തെ കേസിൽ ഇവിടെ വന്നിരുന്ന എഡ്ജ് വരേണ്ടത് നിങ്ങളുടെ റൈറ്റ് സൈഡിലോട്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഇത് വരുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ആൽഗരിതം ഇതാണ്: U', L', അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ സോൾവ് ചെയ്തൊരു കോർണർ ഇപ്പോൾ കാണുവാനില്ല. ചെയ്യേണ്ടത് അതിനെ സോൾവ് ചെയ്യുക. അത് ദാണ്ട് ഇപ്പോൾ തേർഡ് ലെയറിൽ വന്നിരിക്കുകയാണ്. ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണെന്നറിയാം. തേർഡ് ലെയറിൽ ഈ പൊസിഷനിൽ വൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുള്ള കളറിനെ സെലക്ട് ചെയ്യുക. ഈ കേസിൽ പച്ച സെൻറ്ററുമായി മാച്ച് ചെയ്യുക. മാച്ചായി. ഇനി അറിയാം ഈ പച്ചയുടെ കറക്റ്റ് പൊസിഷൻ ഇവിടാണ്. ഈ പച്ചയുടെ അടുത്ത് ഇത് സോൾവ് ചെയ്യുമ്പോൾ വെള്ള ഇവിടെയും ഓറഞ്ച് ഇവിടെയും വന്നുകൊള്ളും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പച്ചയും നീലയും ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരിക. പച്ച കൊണ്ട് നീലയെ കളയുക, പ്ലസ് കറക്റ്റ് ചെയ്യുക. ഇപ്പോഴും സംഭവിച്ചത് മറ്റേതുപോലെ തന്നെ നിങ്ങളറിയാതെ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ലെയറിലെ എഡ്ജും സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മിഡിൽ ലെയറിലെ എഡ്ജ് സോൾവ് ചെയ്യാം. അതിന് വീണ്ടും നോക്കേണ്ടത് ടോപ്പ് ലെയറിൽ തന്നെ മഞ്ഞയില്ലാത്ത എഡ്ജുകളെ. ഈ പീസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിൽ മഞ്ഞയുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിലും മഞ്ഞയുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിലും മഞ്ഞയുണ്ട്. മഞ്ഞയില്ലാത്തൊരു എഡ്ജ് പീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിൽ ഈ ലെയറിലെ കളർ നോക്കുക. ഈ കേസിൽ പച്ചയുടെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു തലതിരിഞ്ഞ കിട്ടും. എന്നിട്ട് ആലോചിക്കുക ഈ സ്റ്റിക്കർ എങ്ങോട്ടാണ് വരേണ്ടതെന്ന്. ഈ സ്റ്റിക്കർ വരേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട കേസ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് വരേണ്ടത്. ചെയ്യേണ്ട ഇക്വേഷൻ നിങ്ങൾക്കറിയാം. U', L', സംഭവിച്ചത് ഇവിടുത്തെ നമ്മുടെ സോൾവ് ചെയ്ത കോർണർ ഇളകി തേർഡ് ലെയറിൽ വന്നിരിക്കുന്നു. ഇനി ചെയ്യേണ്ടതറിയാം. ഈ കോർണർ നമ്മൾ സോൾവ് ചെയ്യണം. വെള്ളയുടെ കൂടെയുള്ള ചുവപ്പ് നമ്മൾ സെലക്ട് ചെയ്തു. ചുവപ്പിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്തു. അത് വരേണ്ട പൊസിഷൻ്റെ മേളിലായി. ചെയ്യേണ്ടത് ഇനി ഈ ചുവപ്പിനെ ഈ നീല വരുന്ന പൊസിഷനിലോട്ട് കൊണ്ടുവരണം. അതെങ്ങനെയാണെന്നറിയാം. ഒരേ സമയം ഈ രണ്ട് സ്റ്റിക്കറുകളും തേർഡ് ലെയറിൽ കൊണ്ടുവരിക. ഈ ചുവപ്പ് കൊണ്ട് ഈ നീല എക്സ്ചേഞ്ച് ചെയ്യുക, പ്ലസ് കറക്റ്റ് ചെയ്യുക. ഇതോടെ നമ്മളിപ്പം മൂന്നാമത്തെ എഡ്ജും സോൾവ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു എഡ്ജ് പീസ് കൂടെ ഉള്ളു ഈ ക്യൂബിൽ സോൾവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വീണ്ടും ആ എഡ്ജ് പീസിനെ നോക്കുക. ടോപ്പ് ലെയറിൽ തന്നെ മഞ്ഞയില്ലാത്ത ആ എഡ്ജ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ മഞ്ഞയുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിലും മഞ്ഞയുണ്ട്. പക്ഷെ നമുക്ക് ഒരെണ്ണം കൂടി സോൾവ് ചെയ്യാനുണ്ട്. ചില സമയങ്ങളിൽ ടോപ്പ് ലെയറിലൊന്നും നമുക്ക് വേണ്ട മഞ്ഞയില്ലാത്ത എഡ്ജുകൾ കാണത്തില്ല. ഇതിനർത്ഥം ചില സമയങ്ങളിൽ എഡ്ജുകൾ സോൾവ് ആവാതെ സെക്കൻഡ് ലെയറിൽ സ്ട്രക്കായി കിടക്കും. ഈ കേസിൽ ഇത് സോൾവ്ഡ് അല്ല, പകരം സെക്കൻഡ് ലെയറിൽ തന്നെ ഇത് സ്ട്രക്കായിട്ട് കിടക്കുകയാണ്. ഇത് ശരിയാക്കാൻ കുറച്ചുകൂടെ പാടാണ്. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച ആൽഗരിതംസ് ഉണ്ടായതുകൊണ്ട് അതുപയോഗിച്ച് നമുക്കിത് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ കേസ് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് ഇതിനെ
ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിലല്ലയോ, അപ്പോൾ റൈറ്റ് സൈഡിന് വേണ്ടി നമ്മൾ ആദ്യം പഠിച്ചൊരു ആൽഗരിതം ഉണ്ടല്ലോ, ആ ആൽഗരിതം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതെന്താണ്? യു ആർ ഡാഷ്. നമ്മുടെ കോർണർ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കോർണർ സോൾവ് ചെയ്തോണം. കോർണർ തേർഡ് ലെയറിൽ ഇതാണ് വന്നിരിക്കുന്നു. വെള്ള, കൂടുള്ള കളർ നീലയായിട്ട് കണക്ട് ചെയ്തു. ഈ നീല വരേണ്ടത് ഇപ്പോൾ ഒരു പച്ചയിരിക്കേണ്ട പൊസിഷനിലാണ്. അതുകൊണ്ട് രണ്ടിനെയും ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവന്നു. നീല കൊണ്ട് പച്ചയെ മാറ്റി പ്ലസ് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ സംഭവിച്ചത്, നേരത്തെ ഇവിടെ തലതിരിഞ്ഞിരുന്ന സാധനം നമ്മൾ ഈ ആൽഗരിതം ചെയ്തപ്പോൾ ഇളകിത്തെറിച്ച് തേർഡ് ലെയറിൽ വന്ന് ഇപ്പോൾ ഇതിവിടെ ഇരിപ്പുണ്ട്. ഈ പീസ് നേരത്തെ ഇവിടെ ആയിരുന്നിരുന്നത്, നമ്മൾ ആ ആൽഗരിതം ചെയ്തപ്പോൾ അത് ഇളകി തേർഡ് ലെയറിൽ വന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച 2 കേസുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഈ എഡ്ജ് കിട്ടി, അതിൻ്റെ കൂടുള്ള ഈ ലെയറിലെ കളർ നോക്കുക. ഓറഞ്ചിൻ്റെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. അത് വരേണ്ടത് എങ്ങോട്ടാണെന്ന് നോക്കുക. ഈ കേസിൽ ഇത് റൈറ്റിലോട്ട് വരണം. അപ്പോൾ റൈറ്റിലേക്ക് വരുന്നതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആൽഗരിതം ചെയ്യുക. യു ആർ ഡാഷ്. നമ്മുടെ കോർണർ പോയി ഉടനെ ടോപ്പ് ലെയറിൽ നിന്ന് കോർണർ കണ്ടുപിടിക്കുക. അതിൻ്റെ വൈറ്റിൻ്റെ കൂടെയുള്ള കളർ നോക്കുക. നീലയുടെ സെൻറ്ററുമായി കണക്ട് ചെയ്യുക. ഈ നീല കറക്റ്റ് പൊസിഷനായി ഈ നീലയിരിക്കുന്ന പൊസിഷനിൽ വരിക. ഈ 2 പീസിനെയും ഒരേ സമയം തേർഡ് ലെയറിൽ കൊണ്ടുവരിക. ഈ നീല അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക, പ്ലസ് കറക്റ്റ് ചെയ്യുക. നമ്മളറിയാതെ തന്നെ സെക്കൻഡ് ലെയറിൽ അവസാനത്തെ എഡ്ജും നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതോടുകൂടെ 2 ലെയറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3ാമത്തെ ലെയർ കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞയുടെ ഒരു പ്ലസ് ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഒരു വെള്ളയുടെ പ്ലസ് ഉണ്ടാക്കി. അതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ മഞ്ഞയുടെ പ്ലസ് ഉണ്ടാക്കുക. പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ സെൻറ്ററും അതിന് ചുറ്റും വരുന്ന 2 കളറുള്ള മഞ്ഞ എഡ്ജ് പീസുകളും ചേർന്ന് ഒരു പ്ലസ് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ്, അതായത് ആദ്യത്തെ 2 ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഈ നിരത്തി വച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ക്യൂബ് വരുവാൻ ചാൻസ് ഉള്ളത്. ഒന്നുകിൽ ചില സമയങ്ങളിൽ നിങ്ങൾ ആദ്യത്തെ 2 ലെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പ്ലസ് ഫോം ചെയ്ത് കിട്ടും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ സ്റ്റെപ്പ് നിങ്ങൾക്കിനി ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയങ്ങളിൽ ഒരു എഡ്ജ് പീസ് പോലും കറക്റ്റ് പൊസിഷനിൽ കാണില്ല. അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എഡ്ജ് പീസുകൾ സോൾവ് ചെയ്തിരിക്കും. ഇവിടെ ഈ എഡ്ജ് സോൾവ് ആണ്, ഈ എഡ്ജ് സോൾവ് ആയി. പക്ഷേ പ്ലസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനി ഇവിടെയും കൂടെ മഞ്ഞ വരണം. ഇവിടെയും 2 എഡ്ജ് പീസ് തന്നെയാണ് സോൾവ് ആയിട്ടുള്ളത്. പക്ഷേ അത് ഒരു ലൈൻ പോലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെയും മഞ്ഞ പീസുകൾ വന്നിട്ടില്ല. അവയും കൂടെ വന്നാലേ ഇത് പ്ലസ് ആവുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഓരോ കേസുകളും എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഈ എല്ലാ കേസിനും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് ഒരൊറ്റ ആൽഗരിതം മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇതിൽ നമ്മൾ ആൽഗരിതം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സോൾവ്ഡ് ആണ്, അതുകൊണ്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. പിന്നെ വരാൻ ചാൻസ് ഉള്ള 3 കേസുകളാണിത്. നമുക്ക് ആദ്യം ഈ ലൈൻ കേസ് നോക്കാം. ഒരു ലൈൻ പോലാണ് എഡ്ജുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് പാരലായി വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ആൽഗരിതം ചെയ്യുക. F R U R ഡാഷ് U ഡാഷ് F ഡാഷ്. ഇപ്പോൾ അതൊരു പ്ലസ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസിലും 2 എഡ്ജുകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ലൈൻ പോലല്ല, പകരം ഇങ്ങനൊരു ഷേപ്പാണ്. ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 എഡ്ജുകളും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന രീതിയിലും ഒന്ന് റൈറ്റിലേക്ക് പോകുന്ന രീതിയിലും പിടിക്കുക. അതായത് ഇങ്ങനെ. ഇപ്പോൾ ഒരു സോൾവായ എഡ്ജ് പീസ് നിങ്ങളുടെ റൈറ്റിലേക്കും ഒരു സോൾവായ യെല്ലോ എഡ്ജ് നിങ്ങളുടെ ഫ്രണ്ടിലേക്കും വരികയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ഈ കേസിൽ ചെയ്ത ആൽഗരിതം തന്നെ, പക്ഷേ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വലിയ എഫ് ആണ്. ഈ ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ചെറിയ എഫ് ആണ്.
എഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരു ലെയർ മാത്രം കറക്കുന്നു. സ്മാൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയറും അതിൻ്റെ ബാക്കിലോട്ട് വരുന്ന ഈ ലെയറും കൂടെ ഒരുമിച്ച് കറക്കുന്നതാണ് സ്മാൾ എഫ്. ഇതാണ് ഒരു സ്മാൾ എഫ്. ഇത് സ്മാൾ എഫ് ഡാഷ്. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഈ യെല്ലോ നിങ്ങളുടെ വരുന്ന രീതിയിലും മറ്റേ യെല്ലോ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന രീതിയിലും പിടിക്കുക. എന്നിട്ട് സ്മാൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് അല്ല സ്മാൾ എഫ് ഡാഷ്. നമുക്ക് വീണ്ടും പ്ലസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ കേസ് വളരെ സിമ്പിളാണ്. ഈ കേസിൽ ഒരു എഡ്ജ് പോലും സോൾവ് ആയിട്ടില്ല. ചെയ്യേണ്ടത് ഇപ്പോൾ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു ഈ ഇക്വേഷനോ ഈ ആൽഗരിതമോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇതിന് ഉപയോഗിക്കുക ഇവിടെ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കേസിൻ്റെ ആൽഗരിതം ചെയ്തപ്പോൾ, ലൈൻ കേസിൻ്റെ ആൽഗരിതം ചെയ്തപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത കേസ് കിട്ടി നമുക്ക്. ഇത് സോൾവ് ചെയ്യാൻ തൊട്ട് മുമ്പേ പഠിച്ചതുള്ളൂ. ഇതെങ്ങനെ പിടിക്കണം? ഈ മഞ്ഞ ഇങ്ങോട്ട് പോകുന്ന രീതിയിലും ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നതിനും പിടിക്കുക. എന്നിട്ട് വലിയ ഫല സ്മാൾ എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് സ്മാൾ എഫ് ഡാഷ്. ഇപ്പോൾ പ്ലസ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പുമായിട്ട് തുല്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്തുമായിരുന്നു? വെള്ളയുടെ 4 കോർണർ പീസുകൾ സോൾവ് ചെയ്തു. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മഞ്ഞയുടെ 4 കോർണർ പീസുകൾ സോൾവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ മഞ്ഞ പ്ലസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ക്യൂബ് 3 രീതിയിലാണ് വരാൻ സാധ്യതയുള്ളത്. ആ 3 രീതികളാണ് ഇത് 3. ഈ കേസിൻ്റെ പ്രത്യേകത എന്താണ്? എത്ര കോർണർ സോൾവ് ആയിട്ടെന്നൊന്ന് എണ്ണി നോക്കിയാൽ മനസ്സിലാകും. ഇത് സോൾവ് ആണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ ആകെ ഒരു കോർണർ മാത്രമേ സോൾവ് ആയിട്ടുള്ളൂ. ഈ കേസിലോ ഒരു കോർണർ, 2 കോർണറിൻ്റെ അടുത്ത് മഞ്ഞ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 സോൾവ് ആയിട്ടുണ്ട്. അടുത്ത കേസിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർണർ പോലും സോൾവ് ആയിട്ടില്ല. ഇനി നമുക്ക് ഓരോ കേസും എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നോക്കാം. ആദ്യത്തെ കേസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞത്? ആകെ ഒരു മഞ്ഞ കോർണർ മാത്രമേ സോൾവ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് പിടിക്കേണ്ട രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോൾവായ കോർണർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ മൂലക്കായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. അപ്പോൾ മുകളിൽ എല്ലായിടത്തും മഞ്ഞ വരും. ഇനി നമുക്ക് അടുത്ത കേസ് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത കേസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എണ്ണി നോക്കുമ്പോൾ 2 കോർണറുകൾ സോൾവ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പോസിറ്റ് ആണ്. ഇത് പല രീതിയിൽ വരാം. ഈ 2 കോർണർ ഏത് പൊസിഷനാണെന്നുള്ളത് പല രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഇവിടുത്തെ മഞ്ഞയും ആയിരിക്കും സോൾവ് ആയിരിക്കുന്നത്. ചിലപ്പോൾ ഓപ്പോസിറ്റ് വരാം. അങ്ങനെ പല രീതിയിലും വരാം. നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ എത്ര കോർണർ ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ എണ്ണിയപ്പോൾ 2 സോൾവ് ആയിട്ടുണ്ട്. 2 സോൾവ് ആയ ചെയ്തത്. ഇനി നമ്മൾ മേളത്തെ ലെയറിൽ നോക്കേണ്ട ആവശ്യമില്ല. പകരം നോക്കേണ്ടത് 3rd ലെയറിൽ തന്നെ ഈ ലെയറിലെ മഞ്ഞകളെയാണ് നോക്കേണ്ടത്. അങ്ങനെ ഇവിടെ മഞ്ഞ സ്റ്റിക്കർ വരുന്ന രീതിയിലാണ് ഈ കേസ് പിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ മഞ്ഞയുണ്ടോ? അപ്പോൾ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ഇത് ചുമപ്പാണ്. ഒന്ന് കറക്കി നോക്കുക. ഇവിടെ മഞ്ഞയുണ്ടോ? അതും പറ്റില്ല. ഇതും മഞ്ഞയല്ല. വീണ്ടും ഒന്നുകൂടെ ഒരു മഞ്ഞ സ്റ്റിക്കർ വന്നിരിക്കുന്നു. 2 വന്നു കഴിഞ്ഞാൽ പിന്നെ മേളിൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഫ്രണ്ടിൽ നമ്മളെ ഫേസ് ചെയ്തുകൊണ്ട് മഞ്ഞ സ്റ്റിക്കർ വരുന്ന രീതിയിൽ ക്യൂബ് പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ നേരത്തെ ഈ കേസിന് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ആ ഇക്വേഷൻ തന്നെ ഇവിടെയും ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. അപ്പോഴെന്താണ് സംഭവിച്ചത്? ആ 2 കോർണർ സോൾവ് ആയിരുന്ന കേസ് മാറി നമ്മൾ ആദ്യം സോൾവ് ചെയ്ത കേസ് എത്തി. ഈ കേസ് വന്നാൽ സിമ്പിളാണെന്ന് നമുക്കറിയാം. അതിൻ്റെ സോൾവായ ഒരു കോർണർ മേളത്തെ
അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ പിടിക്കുക. വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ മേളിൽ ഫുൾ മഞ്ഞ വരുന്നിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കോർണർ മാത്രമേ സോൾവ് ആയിട്ടുള്ളൂ. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ പിടിച്ചു. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. എന്നിട്ടും സോൾവ് ആയില്ല. പേടിക്കണ്ട, ഒന്നുകൂടെ. ആകെ ഇപ്പോഴും ഒരു കോർണർ തന്നെ സോൾവ് ആയിട്ടുള്ളൂ. വീണ്ടും അതിനെ പിടിച്ച് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഈ മൂലയ്ക്ക് വെക്കുക. വീണ്ടും സെയിം ആൽഗരിതം തന്നെ അപ്ലൈ ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ മേളിൽ കംപ്ലീറ്റായി സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് അവസാനമായി വരാൻ ചാൻസ് ഉള്ള കേസ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കോർണർ പോലും സോൾവ് ആയിട്ടില്ല. ആദ്യത്തെ കേസിൽ ഒരു കോർണർ സോൾവ് ആയിരുന്നു. രണ്ടാമത്തെ കേസിൽ എവിടെയെങ്കിലും 2 കോർണർ സോൾവ് ആയിരുന്നു. ഈ കേസിൽ ഒരു കോർണർ പോലും സോൾവ് ആയിട്ടില്ല. ഇപ്പോഴും നമ്മളിനി മേളത്തെ മഞ്ഞകളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ കേസ് പോലെ തന്നെ നോക്കേണ്ടത് ഈ ലെയറിലെ മഞ്ഞകളെയാണ്. ഇപ്പോൾ പിടിക്കേണ്ടത്, നേരത്തെ ഈ കേസിൽ നമ്മൾ പിടിച്ചത് ഇവിടെ മഞ്ഞ വരുന്ന രീതിയിൽ ക്യൂബ് പിടിക്കാനാണ് പറഞ്ഞത്. ഇതുപോലെ പിടിക്കാനാണ് ഈ കേസിന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കേസിന് അങ്ങനല്ല. ഈ കേസിന് ഈ സൈഡിൽ മഞ്ഞ വരുന്ന രീതിയിലാണ് പിടിക്കേണ്ടത്. ഇത് തെറ്റാണ്. ഇങ്ങനെ പിടിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവില്ല. ഈ ഒരു കോർണർ പോലും മഞ്ഞ സോൾവ് ആവാത്ത കേസിന് ഈ സൈഡിൽ മഞ്ഞ വരുന്ന രീതിയിലാണ് പിടിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ മഞ്ഞ പോകുന്ന രീതിയിൽ പിടിക്കണം. ഇപ്പോൾ ഇവിടെ മഞ്ഞയുണ്ടോ? ഇല്ല. ഒന്നുകൂടെ കറക്കി നോക്കാം. വീണ്ടും മഞ്ഞയില്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകുന്ന രീതിയിൽ ഒരു മഞ്ഞ വന്നിട്ടുണ്ട്. ഈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം സെയിം ഈ ആദ്യത്തെ കേസിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ ഇതിനും ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു കോർണർ സോൾവ് ആയ കേസ് വന്നു. ഇതാണ് നമ്മുടെ മെയിൻ കേസ്. ഇത് കേസ് വന്നു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ച് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലോട്ട് വരുന്ന രീതിയിൽ വെക്കുക. വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. മേൾ കംപ്ലീറ്റായി മഞ്ഞായിരിക്കുകയാണ്. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഓരോ കോർണറിനെയും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മുടെ ക്യൂബ് ഇതുപോലെ ഇരിക്കും. ഈ കോർണർ സോൾവ് ആണ്, ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിലാണ്. പച്ച, ഓറഞ്ച്, മഞ്ഞ. അതുപോലെ ഈ കോർണറും സോൾവ് ആണ്, ഈ കോർണറും സോൾവ് ആണ്. അങ്ങനെ 4 കോർണറുകളും സോൾവ് ആക്കുക എന്നുള്ളതാണ് 6ാമത്തെ സ്റ്റെപ്പിലെ ലക്ഷ്യം. അതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 5ാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ 3 രീതിയിലാണ് നമ്മുടെ ക്യൂബ് വരാൻ ചാൻസ് ഉള്ളത്. അതിലൊന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ കോർണറും സോൾവ് ആയ കേസ് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 6ാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട, നേരെ 5ൽ നിന്ന് 7ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. പിന്നെ വരാൻ ചാൻസ് ഉള്ള 2 പൊസിഷൻസാണ് ഇവ. 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് ഹെഡ്ലൈറ്റുകൾക്ക് വേണ്ടിയാണ്. ഹെഡ്ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഒരേ കളർ വരുന്നതിനെയാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഹെഡ്ലൈറ്റ് അല്ല, കാരണം ഇത് 2 വ്യത്യസ്തങ്ങളായ കളറാണ്. ഇത് പച്ചയും ഇത് നീലയുമാണ്. അപ്പോൾ ഇതൊരു ഹെഡ്ലൈറ്റ് അല്ല. നമുക്ക് ഈ ക്യൂബിൽ വേറെ എടുത്ത് ഹെഡ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് ഹെഡ്ലൈറ്റ് അല്ല, ഇത് കാരണം 2 വ്യത്യസ്തങ്ങളായ കളറാണ്. ഇതൊരു ഹെഡ്ലൈറ്റാണ്, കാരണം ഇത് ഓറഞ്ചുമാണ്. ഇതൊരു ഹെഡ്ലൈറ്റാണ്. ഇങ്ങനെയുള്ള ഒരു ഹെഡ്ലൈറ്റിന് വേണ്ടിയാണ് നിങ്ങൾ ക്യൂബിൽ നോക്കേണ്ടത്. അങ്ങനെ ആ ഒരു ഹെഡ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ആ ഹെഡ്ലൈറ്റിനെ നിങ്ങളുടെ ബാക്കിൽ നിന്ന് പോകുന്ന പോലെ പിടിക്കുക. എന്നിട്ട് ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യുക. ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമ്മുടെ കോർണറുകളെല്ലാം സോൾവ് ആയി കഴിഞ്ഞു. ഇതതിൻ്റെ കറക്റ്റ് പൊസിഷനിലായി, ഇത് കറക്റ്റ് പൊസിഷനിലായി, ഇത് കറക്റ്റ് പൊസിഷനിലായി. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾ ഹെഡ്ലൈറ്റിനായിട്ട് ക്യൂബിൻ്റെ 3rd ലെയറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഹെഡ്ലൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഈ കേസിൽ ഇത് ഹെഡ്ലൈറ്റ് അല്ല, ഇത് ഹെഡ്ലൈറ്റ് ഇല്ല, ഹെഡ്ലൈറ്റ് ഇല്ല, ഹെഡ്ലൈറ്റ് ഇല്ല.
നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ്ലൈറ്റെങ്കിലും ഉണ്ടെങ്കിലേ അതിനെ എല്ലാ കോർണറും സോൾവ് ചെയ്യുന്ന പൊസിഷനിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കേസിൽ ചെയ്യുന്നത് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടെന്നങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ ഇത് ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ പോലും ഇത് ഹെഡ്ലൈറ്റാണ് സങ്കല്പിക്കുക. അതിനെ ബാക്കിൽ പിടിക്കുക. നേരത്തെ ഒരു ഹെഡ്ലൈറ്റിന് നമ്മൾ പഠിച്ച ആൽഗോരിതം ഇവിടെ വീണ്ടും ചെയ്യുക. അതെന്താണ്? R' F R' B2 R F' R' B2 R2. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നേരത്തെ നമുക്കൊരു ഹെഡ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഹെഡ്ലൈറ്റ് ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ആൽഗോരിതം ചെയ്തപ്പോൾ നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് കിട്ടി. ഒരു ഹെഡ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അതിനെ ബാക്കിൽ പിടിക്കുക. വീണ്ടും ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആൽഗോരിതം ചെയ്യുക. R' F R' B2 R F' R' B2 R2. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എല്ലാ കോർണർ പീസുകളും അവയുടെ കറക്റ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, അതായത് 7ാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കഴിയുന്നത് കൂടി നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റായി സോൾവ് ചെയ്തിരിക്കും. ഇതുപോലെ. അതിനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ കേസിൽ നമ്മൾ എല്ലാ കോർണറുകളെയും സോൾവ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചു. ഈ അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ എഡ്ജ് പീസുകളെയും അവയുടെ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഒറ്റ ആൽഗോരിതം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് 3 തവണയിൽ കൂടുതൽ ചെയ്യേണ്ടതായി വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കേസിൽ നമ്മൾ നോക്കേണ്ടത് ബാർ എന്നൊരു സാധനത്തെയാണ്. ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഹെഡ്ലൈറ്റ് ആണെന്ന് നമ്മൾക്കറിയാം, കാരണം ഇതിൻ്റെ പച്ചയുമാണ്. ഇവിടെ ഒരു പച്ചയും കൂടെ വന്നു കഴിഞ്ഞാലാണ് ഇതിനെ ബാർ എന്ന് പറയുന്നത്. കാരണം അപ്പോൾ ഒരേ കളറിൻ്റെ ഒരു ലൈൻ പോലെ ഇത് തോന്നിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാറാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു ബാറല്ല, കാരണം ഇത് ഓറഞ്ചാണ്. ഇതും ബാറല്ല, കാരണം രണ്ട് കളർ ഇവിടെ സെയിം ആണ്, പക്ഷേ ഇത് ഡിഫറെൻ്റ് ആണ്. ഇതൊരു ബാറാണ്. ഇത് 3നും നീല കളറാണുള്ളത്. അപ്പോൾ ഒരു ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ കിട്ടിയതിനെ ബാറിനെ ബാക്കിൽ വെക്കുക. എന്നിട്ട് ഈ പറയുന്ന ആൽഗോരിതം അപ്ലൈ ചെയ്യുക. ആൽഗോരിതമാണ് R U' R U R U R U' R' U' R2. ഇപ്പോൾ ക്യൂബ് കംപ്ലീറ്റായി സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അവസാനത്തെ കേസ് എന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ബാർ നോക്കുമ്പോൾ ബാർ കാണില്ല. ഇതങ്ങനൊരു കേസാണ്. ഇത് ബാറല്ല, ഇതൊരു വേറെ കളറാണ്. ഇതും ബാറല്ല. ഇടയ്ക്ക് നീല വന്നിരുന്നെങ്കിൽ ഇത് ബാറായേനെ. ഇതും ബാറല്ല, ഇതും ബാറല്ല. ഇങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും ഒരു ബാർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു ബാർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ബാറിനെ ബാക്കിൽ പിടിക്കുക. എന്നിട്ട് ബാറിന് ഞാൻ നേരത്തെ പഠിപ്പിച്ച ഇക്വേഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് 3 വട്ടത്തിൽ കൂടുതൽ ചെയ്യേണ്ടി വരില്ല. അതിന് മുമ്പ് ക്യൂബ് സോൾവ് ആയിരിക്കും. ചെയ്യേണ്ടത് ബാറെന്ന് സങ്കല്പിച്ചതിനെ ബാക്കിൽ പിടിക്കുക, ബാറിൻ്റെ ഇക്വേഷൻ ചെയ്യുക. R U' R U R U R U' R' U' R2. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് നേരത്തെ ഒരു ബാർ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ബാർ കിട്ടി. ബാർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ കേസിൽ പഠിച്ചു. എന്ത് ചെയ്യണം? അതിനെ ബാക്കിൽ പിടിക്കണം. ബാക്കിലോട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. സെയിം ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. R U' R U R U R U' R' U' R2. ഇപ്പോൾ നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, നിങ്ങളിപ്പോൾ എങ്ങനെ ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടുക. ഇതുപോലെ ഇനിയും പലതരം പസിലുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ
റുബിക്സ് ക്യൂബിൽ തന്നെ എങ്ങനെ നല്ല സ്പീഡിൽ സോൾവ് ചെയ്യാവുന്ന മെത്തേഡ് പഠിക്കണമെന്നുണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ് ഔട്ട്.